നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവനക്കാർക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ ഭരണകർത്താക്കൾ തയ്യാറാകണമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ. യൂണിയന്റെ ജില്ലാ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. വിദ്യാനഗർ സീതാങ്കോളി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ബസ് തൊഴിലാളികൾ. പ്രതിഷേധത്തിന്റെ ഭാഗമായി സർവീസ് നിർത്തിവെച്ച് സമരം. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പ് കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കുടിയൊഴിപ്പിക്കലിനെതിരെ NH-17 ആക്ഷൻ കൗൺസിൽ. ഒപ്പുമരച്ചോട്ടിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. മഞ്ചേശ്വരത്ത് വീണ്ടും മദ്യവേട്ട. ബസ്സിൽ കടത്തുകയായിരുന്ന മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസിന്റെ വിചാരണ CJM കോടതിയിൽ പൂർത്തിയായി. വിശദമായ വാർത്തകളിലേക്ക്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആരംഭിച്ചു. മുനിസിപ്പൽ മിനി കോൺഫറൻസ് ഹാളിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം നടന്നുവരുന്നത്. സുതാര്യവും ജനക്ഷേമപരവും അഴിമതിരഹിതവുമായ സിവിൽ സർവീസ് എന്ന ലക്ഷ്യവുമായി കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി ജീവനക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയായ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ ജില്ലാ സമ്മേളനത്തിനാണ് മുനിസിപ്പൽ മിനി കോൺഫറൻസ് ഹാളിൽ തുടക്കമായത്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥന്മാർ പക്ഷം പിടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിഷ്പക്ഷരായിരിക്കണം. കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ പാർട്ടി നോക്കാൻ പാടില്ല, പാർട്ടി പറയരുത്, ചോദിക്കരുത്, മതം പറയരുത്, ചോദിക്കരുത്. അതേസമയം ഒരു പാർട്ടിയിൽ നിന്നാൽ, ഒരു വിശ്വാസത്തിൽ നിന്നാൽ ആ വിശ്വാസ്യത മനസ്സിൽ ഉണ്ടായിരിക്കണം. ജില്ലാ പ്രസിഡന്റ് OM ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നസീം ഹരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി സിവിൽ സർവീസ് തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. STU ദേശീയ സെക്രട്ടറി A അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. SCU സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ നാസർ നങ്ങാരത്ത് അധ്യക്ഷത വഹിച്ചു. A മുഹമ്മദ് കുഞ്ഞി, TM ഷുഹൈബ്, KB മുഹമ്മദ് കുഞ്ഞി തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാനഗർ സീതാങ്കോളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. ഒരു വിഭാഗം തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി പേർ ദുരിതത്തിലായി. വിദ്യാനഗർ സീതാങ്കോളി റോഡിൽ കുണ്ടുകളെയും കുഴികളെയും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻപ് ഇതിനെതിരെ ബസ് ജീവനക്കാർ സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു. അന്ന് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉടനെ തന്നെ റോഡിന്റെ പ്രവൃത്തികൾ നടത്തുമെന്ന് അറിയിച്ചതു പ്രകാരമാണ് വീണ്ടും സർവീസ് ആരംഭിച്ചത്. എന്നാൽ ഇതേവരെയും ഒരു പണിയും നടന്നിട്ടില്ല. ഇപ്പോൾ ഇതിലൂടെ സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കിയത്. ഒരു ദിവസത്തിൽ 14-15 ട്രിപ്പ് അടിക്കുന്ന വണ്ടികളുണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങി 9 മണി വരെ പായുന്ന വണ്ടിയുണ്ട്. ഇതെല്ലാം ആരുടെ ഞങ്ങൾ പറയണ്ട്, ഫെയർ കണക്കില്ല. ഒരുവിധം പോകുന്നത് തന്നെ. ഈ സമരം എന്തായാലും അനിശ്ചിതകാലത്തിൽ തുടരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ പണിക്കാരായ ഞങ്ങൾ തൊഴിലാളികൾ സത്യമായിട്ട് എല്ലാവരും ഒരുമിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. പണിമുടക്കിനെ തുടർന്ന് യാത്രക്കാർ വലഞ്ഞു. പണിമുടക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിക്കാത്തതു കാരണം പലരും ബസ് കാത്തുനിന്ന് നിരാശരായി മടങ്ങി. നഗരത്തിൽ എത്തിച്ചേരുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് മറ്റു വഴികൾ തേടേണ്ടി വന്നു. വിദ്യാനഗർ സീതാങ്കോളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ നിന്ന് 4 കോടി രൂപ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്ത കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവായി. 6 കേസുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിനായി കൈമാറുന്നത്. വ്യാജ സ്വർണ്ണപ്പണ്ടങ്ങൾ പണയപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസ് DYSP L സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ജീവനക്കാരുടെ സഹായത്തോടെ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. കഴിഞ്ഞ ജൂണിൽ വിവിധ ദിവസങ്ങളിലായി മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിന്റെ നായന്മാർ മൂലയിലെയും സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിലെയും ബാങ്കുകളിൽ വ്യാജ സ്വർണം പണയപ്പെടുത്തി കോടികൾ തട്ടിയെടുത്തുവെന്നാണ് കേസ്. 5 പരാതികളിലായി വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബാങ്ക് ജീവനക്കാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും പ്രധാന പ്രതികൾ ഒളിവിലാണ്. ഒരേ ഇടപാടുകാരൻ പലതവണയായി വൻതുക വായ്പയെടുത്തതിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 4 കോടി രൂപയുടെ മുക്കുപണ്ടങ്ങൾ ബാങ്കിൽ പണയപ്പെടുത്തിയതായി കണ്ടെത്തുകയായിരുന്നു. കേസിന്റെ ഫയലുകൾ പരിശോധിക്കുകയാണെന്നും അന്വേഷണം ഉടൻ തുടങ്ങുമെന്നും CIമാരായ A സതീഷ് കുമാർ, K പ്രേംസദൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടാകും. മുട്ടത്തൊടി ബാങ്കിൽ തട്ടിപ്പ് നടത്തിയവരുടെ നേതൃത്വത്തിൽ ബാങ്ക് കൊള്ളയടിക്കാനും പദ്ധതിയുണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പണയം വെച്ച വ്യാജ ആഭരണങ്ങൾ കൈക്കലാക്കി തട്ടിപ്പ് സംഭവം പുറത്തു വരാതിരിക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം.
കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന ഇടപാടുകാരുടെ ആശങ്കയ്ക്ക് ഇതോടെ പരിഹാരമായിരിക്കുകയാണ്. NH-17 ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒപ്പുമരച്ചോട്ടിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവർ ഡെപ്യൂട്ടി കളക്ടർക്ക് നിവേദനം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവർ അധികാരികൾക്ക് കാലാകാലങ്ങളിൽ നൽകിയിട്ടുള്ള നിരവധി പരാതികളും നിവേദനങ്ങളും പരിഗണിക്കാത്ത നടപടിക്കെതിരെയാണ് NH-17 ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്. ദേശീയപാത സംയുക്ത സമരസമിതി സംസ്ഥാന ജനറൽ കൺവീനർ ഹാഷിം ചേന്തമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് കരമന മുതൽ കളിയക്കാവിള വരെയുള്ള ദേശീയപാത 30 മീറ്ററിൽ 6 വരെയായി ഇതേ സംസ്ഥാന ഗവൺമെന്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റ് ചുമതലയിൽ അത് ഉദ്ഘാടനം ചെയ്ത് ഇന്നിപ്പോൾ മനോഹരമായി ആ 6 വരിപ്പാതയിൽ സഞ്ചാരം നടക്കുന്നുണ്ട്. അവിടെ BOT ഇല്ല, അവിടെ കോർപ്പറേറ്റ് ഇല്ല, അവിടെ മുതലാളിയില്ല, അവിടെ ടോൾ ഇല്ല. എന്തുകൊണ്ട് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നടപ്പാക്കിയ ആ പദ്ധതി കേരളത്തിലെ വടക്കേ അറ്റത്ത് നടപ്പാക്കാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. അവിടെയാണ് വിവേചനം എന്ന് പറയുന്ന, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന, നമുക്ക് പൊറുക്കാൻ പറ്റാത്ത അന്യായം ഈ സർക്കാർ ചെയ്യുന്നത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചെയർമാൻ B. ഷാഫി ഹാജി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CK ശിവദാസൻ, പോൾ ടി സാമുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിലവിൽ സർക്കാർ കൈവശമുള്ള മുംബൈ ഏറ്റെടുത്ത ഭൂമിയിൽ ദേശീയപാത നിർമ്മിക്കുക, അശാസ്ത്രീയമായ അലൈൻമെന്റുകൾ റദ്ദാക്കുക, കാസർഗോഡ് ബൈപ്പാസ് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ദേശീയപാത ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർക്ക് കൈമാറി. കർണാടകയിൽ നിന്നും മഞ്ചേശ്വരത്തേക്ക് വരികയായിരുന്ന മിനി ബസിൽ നിന്നും 25 പാക്കറ്റ് മദ്യം പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാവിലെയാണ് എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടയിലാണ് 180 മില്ലിയുടെ 25 പാക്കറ്റ് മദ്യവുമായി മഞ്ചേശ്വരം ഹൊസബെട്ടു സ്വദേശി ദിനേശിനെ അറസ്റ്റ് ചെയ്തത്. മദ്യം കൊണ്ടുവന്നത് സ്വന്തം ഉപയോഗത്തിനാണെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. കുറെ നാളുകളായി കർണാടകയിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മദ്യം കടത്തുന്നത് പതിവായിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന കർശനമാക്കിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി മഞ്ചേശ്വരം പോലീസിന് കൈമാറി. വിജയ ബാങ്കിന്റെ ചെറുവത്തൂർ ശാഖയിൽ നിന്ന് 20 കിലോ സ്വർണവും 3 ലക്ഷം രൂപയും കൊള്ളയടിച്ച കേസിൽ വിചാരണ CJM കോടതിയിൽ പൂർത്തിയായി. 2015 സെപ്റ്റംബർ 27 രാത്രിയാണ് വിജയ ബാങ്ക് കവർച്ച ചെയ്തത്. ഇരുനില കെട്ടിടത്തിലാണ് ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വ്യാപാര സ്ഥാപനം തുടങ്ങാനെന്ന വ്യാജേന മുറി വാടകയ്ക്കെടുത്താണ് കൊള്ള ആസൂത്രണം ചെയ്തത്. താഴെ നിന്ന് സ്ട്രോങ് റൂമിന്റെ സ്ലാബ് തുറന്നാണ് കവർച്ച നടത്തിയത്. കർണാടക കുടക് കുശാൽ നഗർ ബേക്കിലഹള്ളിയിലെ സുലൈമാൻ, ബളാൽ കല്ലഞ്ചേരിയിലെ മണ്ടിൻ ഹൗസിൽ അബ്ദുൽ ലത്തീഫ്, മടിക്കേരി കുശാൽ നഗർ ശാന്തിപ്പള്ളത്തെ അഷ്റഫ്, മടിക്കേരി എരുമാട് ദർഗയ്ക്ക് സമീപത്തെ പുരളി ഹൗസിൽ അബ്ദുൽ ഖാദർ എന്ന ഖാദർ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവരിൽ കുശാൽ നഗർ അഷ്റഫിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹൊസ്ദുക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കവർച്ച പോയ 20 കിലോ സ്വർണ്ണാഭരണത്തിൽ നിന്നും 18 കിലോ വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു. അവശേഷിക്കുന്ന 2 കിലോ ഒളിവിൽ കഴിയുന്ന അഷ്റഫിന്റെ കൈവശമുണ്ടെന്നാണ് സംശയം. 55,000 രൂപയും കണ്ടെടുത്തിരുന്നു. 130 സാക്ഷികളാണ് കേസിലുള്ളത്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളവടി ദിനാഘോഷ റാലി സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സത്യവും ധർമ്മവും നിത്യം പുലർത്തുവാൻ സർക്കാർ അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സത്യവും ധർമ്മവും നിത്യം പുലർത്തുവാൻ സച്ചിദാനന്ദനാം ദൈവമേ നീ ഞങ്ങൾ തൻ കർമ്മപദങ്ങളിലെന്നും നിന്റെ കൃപാവരം ചൊരിയണമേ ദേവാ, നിന്റെ കൃപാവരം ചൊരിയണമേ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് വെള്ളവടി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 15 നമ്മൾ വൈറ്റ് കെയിൻ സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുക. സേഫ്റ്റി ഡേ എന്ന് പറയുമ്പോൾ തന്നെ സുരക്ഷിതത്വ ദിനമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്കും കാഴ്ചയുള്ളവരെ പോലെ തന്നെ
റോഡിലൂടെയൊക്കെ നടക്കാനും യാത്ര ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം, അതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഇറ്റ് സിംബൽ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് കൂടി ഈ വെള്ളവടിയെ നമ്മൾ കാണുകയാണ്. ഗവൺമെന്റ് കോളേജ് NSS കോർഡിനേറ്റർ പ്രൊഫസർ വിനയൻ അധ്യക്ഷത വഹിച്ചു. ADM K അംബുജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. DED സെന്റർ കോർഡിനേറ്റർ രത്നാകരൻ, P തമ്പാൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് അലി, ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ സെക്രട്ടറി NK അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലൈൻഡ് സ്കൂൾ പരിസരത്തു നിന്നുമാണ് വെള്ളവടി ദിനറാലി ആരംഭിച്ചത്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് വണ്ടികൾ ദിവസങ്ങളോളം നിർത്തിയിടുന്നത് യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. ഇവിടെ നിന്നും ഹൊസങ്കടി ഭാഗത്തേക്ക് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഞ്ചേശ്വരം റെയിൽവേ വഴിയിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരും കൊച്ചുകുട്ടികളും അടക്കമുള്ളവർ ഗുഡ്സ് ട്രെയിനിന്റെ അടിഭാഗത്തു കൂടിയാണ് കടന്നുപോകുന്നത്. ഇത് വൻ അപകടത്തിന് വഴിവെക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നാട്ടുകാർ പരാതി നൽകിയിരുന്നുവെങ്കിലും റെയിൽവേയും ബന്ധപ്പെട്ടവരും അനുകൂലമായ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇവിടെ ഗൂഡ്സ് നിർത്തിയിട്ട് 5 ദിവസമായി ഇന്നത്തെ ഒരു നടപടി എടുക്കുന്നില്ല. ഹൈവേ ആയിട്ട് ഉള്ളിലായിട്ട് ബന്ധപ്പെടുന്ന ഒരു നടന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ അനവധി ഇതെല്ലാം പോയിട്ടുണ്ട്. ആരും ഇവിടെ ഒന്നും ഇതാക്കാണ്ട് ഇതുവരെ ആരും ഒന്നും നടപടി എടുത്തിട്ടില്ല. എല്ലാവർക്കും ഇപ്പോൾ ഇതേപോലെ നമ്മളെപ്പോലെ മുറിച്ച് കടക്കാൻ പറ്റണമെന്നില്ല. കുഞ്ഞിട്ട് കയറിയിട്ട് എങ്ങനെ ഇറങ്ങാൻ പറ്റൂല. ലേഡീസ് അങ്ങനെ കുറച്ച് പ്രായമുള്ളവരൊന്നും അവരിങ്ങനെ നോക്കിയത് അങ്ങേ അറ്റം ഇത് കുറച്ച് അങ്ങോട്ട് ഇട്ടാൽ മുമ്പോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അവിടെ പെരുവഴിക്ക് ഇട്ടിട്ട് എല്ലാവരും പോകുന്ന വഴിയല്ലേ. മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലും നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ നിർത്തിയിട്ട് ട്രെയിനിന്റെ അടിഭാഗത്തുകൂടി കടന്നു പോവുകയായിരുന്ന 2 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. കുട്ടികൾ കടന്നു പോകുന്ന സമയത്ത് ട്രെയിൻ നീങ്ങിയതാണ് അപകട കാരണം. ഹൊസങ്കടി ഭാഗത്തേക്ക് ഒരു മേൽപ്പാലം വേണമെന്ന ആവശ്യം ഉയർന്നിട്ട് നാളുകളേറെയായി. അപകടങ്ങൾ വരുമ്പോൾ മാത്രം ഉണരുന്ന അധികൃതർ പിന്നീട് ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് ശരിയായ സമീപനമല്ല. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. NGO സംഘ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലായിരുന്നു പരിപാടി നടന്നത്. പെൻഷനേഴ്സ് സംഘ് മുൻ സംസ്ഥാന സെക്രട്ടറി കരിച്ചേരി ബാലകൃഷ്ണന്റെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെൻഷനേഴ്സ് സംഘ് ಅಖಿಲೇಂದ್ಯ ಪ್ರೆಸಿಡೆಂಟ್ CH ಸುರೇಶ್ ಉದ್ಘಾಟನೆ ചെയ്തു. NGO ಸಂಘಿನ ನಮ್ಮ ಜಿಲ್ಲಾ ಉಪಾಧ್ಯಕ್ಷರಾಗಿ ಹಲವು ವರ್ಷ ನಮ್ಮ ಸಂಘಟನೆಯಲ್ಲಿ ಕಾರ್ಯ ಎಸಗಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಈ ಬಿಲ್ಡಿಂಗ್ ಕಟ್ಟಲಿಕ್ಕೆ ನಮ್ಮ ಇದೊಂದು ಟ್ರಸ್ಟಿನ ಹೆಸರಲ್ಲಿ ಇದು ರಾಷ್ಟ್ರೀಯ ಕರ್ಮಚಾರಿ ಸಮಿತಿ. ಆ ಟ್ರಸ್ಟಿನ ಈಗ ಸಹ ಅವರು 10 ಸದಸ್ಯರಿದ್ದಾರೆ. ಇದರಲ್ಲಿ ಅದರ ಅಧ್ಯಕ್ಷ ನಾನು, ವಾಸುದೇವ ನಮ್ಮ PM ವಾಸುದೇವರ ಸೆಕ್ರೆಟರಿ, M ಬಾಲಕೃಷ್ಣ ಅಂತೇಳಿ ನಮ್ಮ ಹಳೆಯ ಡೆಪ್ಯೂಟಿ ಕಲೆಕ್ಟರ್ ಅವರು ಅದರ ಟ್ರೆಷರರ್, ಮತ್ತು ಉಪಾಧ್ಯಕ್ಷರಿದ್ದಾರೆ, ಸೆಕ್ರೆಟರಿ ಇದ್ದಾರೆ, 5 ಸದಸ್ಯರಿದ್ದಾರೆ. ಆ ಸದಸ್ಯರಲ್ಲಿ ಬಾಲಕೃಷ್ಣ ಕಚೇರಿ ಗುಡಿ ಸಹ ಒಬ್ಬರು. സത്യനാരായണ അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി, ഈശ്വര റാവു, ദിവാകര നായിക്, പെൻഷനേഴ്സ് സംഘ് അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ N ജനാർദ്ദനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി M കണ്ണൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് താലൂക്ക് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് താലൂക്ക് കൺവെൻഷൻ കാഞ്ഞങ്ങാട് നടന്നു. KSTP റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, വിദേശ രാജ്യങ്ങളിൽ നിന്നും മണൽ ഇറക്കുമതിയിലുള്ള തടസ്സങ്ങൾ മാറ്റി സുതാര്യവൽക്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ ഉന്നയിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. വികസനം ഉണ്ടാകണമെങ്കിൽ കെട്ടിടം വേണം. അതും വികസനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ആ കെട്ടിടത്തിന്റെ ഒരു മനോഹരമായ നിങ്ങൾ ഈ ക്ഷണക്കത്തിന്റെ ഫ്രണ്ട് വഴി തന്നെ വളരെ മനോഹരമായിട്ട് ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന മനോഹരമായ ഒരു കെട്ടിടം പണി പൂർത്തിയാവുകയാണ്. താലൂക്ക് പ്രസിഡന്റ് NV പവിത്രൻ അധ്യക്ഷനായി.
ജില്ലാ പ്രസിഡന്റ് KA സാലി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി VV ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. AC ജോഷി, KJ തോമസ്, PK വിജയൻ, P രാജൻ, A ദിവാകരൻ, EP ഉണ്ണികൃഷ്ണൻ, K സുരേന്ദ്രകുമാർ, PK വിനോദ്, താലൂക്ക് സെക്രട്ടറി ടിജു തോമസ്, ട്രഷറർ TJ സെബാസ്റ്റ്യൻ, MK മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാലപ്പഴക്കം മൂലം ഉപേക്ഷിച്ച വാട്ടർ ടാങ്ക് തകർച്ചയെ നേരിടുന്നു. കൊളവയൽ പ്രദേശവാസികൾ ആശങ്കയിൽ. ജനവാസ കേന്ദ്രത്തിൽ നിർമ്മിച്ച വാട്ടർ ടാങ്ക് വാട്ടർ അതോറിറ്റി കാലപ്പഴക്കം മൂലം ഉപേക്ഷിച്ചു. തകർച്ചയെ നേരിടുന്ന വാട്ടർ ടാങ്ക് പൊളിച്ചുമാറ്റുന്ന ആവശ്യം ശക്തമാകുന്നു. ചിത്താരി കൊളവയൽ പ്രദേശത്താണ് ഏതു നിമിഷവും തകർന്നു വീഴാറാവുന്ന വാട്ടർ ടാങ്ക് ആശങ്ക പടർത്തുന്നത്. 1987 EK നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് ഇവിടെ വാട്ടർ ടാങ്ക് നിർമ്മിച്ചത്. ചിത്താരി കടപ്പുറം മല്ലികമാട് നിവാസികൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വാട്ടർ ടാങ്ക് ഒരുക്കിയത്. പ്രദേശവാസികളായ കാരിച്ചിയും പരേതനായ കൊട്ടനും സൗജന്യമായാണ് വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയത്. 3 വർഷം മുമ്പാണ് തകർന്നു വീഴാറായ വാട്ടർ ടാങ്ക് അധികൃതർ ഇവിടെ ഉപേക്ഷിച്ചത്. മഴക്കാലത്ത് വാട്ടർ ടാങ്കിൽ നിറഞ്ഞ വെള്ളം മലമ്പനി പടർത്തുന്ന കൊതുകുകളുടെ വളർത്തു കേന്ദ്രവുമാവുന്നുണ്ട്. മലേറിയ പടരുന്നതിന് വാട്ടർ ടാങ്ക് കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. 10 വർഷത്തോളമായി ഞങ്ങളിപ്പോൾ ഈ ഒരു ചെറിയൊരു വീട് ഇവിടെ കെട്ടിയിട്ട്, അപ്പോൾ അന്നേരത്തേക്കുള്ള ഈ വാട്ടർ ടാങ്ക് ഇവിടെ നല്ലൊരു ഉപയോഗമായിട്ടാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഒരു 3-3.5 വർഷമായി ഇത് തീരെ ഇതിൻ്റെ പ്രവർത്തനം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഓരോരോ ഭാഗം ഇതിൻ്റെ കാലപ്പഴക്കം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ശേഷിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് അടന്നു വീഴുന്നു. ഇപ്പോൾ എനിക്കാണെങ്കിൽ 2 ചെറിയ കുട്ടികളാണല്ലേ, അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പുറത്ത് കളിക്കുമ്പോൾ നമുക്കും പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ വാട്ടർ ടാങ്കിന് സമീപത്തായി അംഗൻവാടി കെട്ടിടവും സ്ഥിതി ചെയ്യുന്നുണ്ട്. കാലപ്പഴക്കം കൊണ്ട് വാട്ടർ ടാങ്കിന്റെ പല ഭാഗങ്ങളും അടന്നു വീഴാനും തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2 പ്രദേശങ്ങൾക്ക് വെള്ളമെത്തിക്കാനായി സ്ഥലം വിട്ടു നൽകാനും സൗകര്യങ്ങൾ ഒരുക്കാനും മനസ്സ് കാണിച്ച ഒരു പ്രദേശം അപകടത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അധികൃതർ. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സൗന്ദര്യ മത്സരം ശ്രദ്ധേയമായി. ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സ്വയം തൊഴിൽ പരിശീലന രംഗത്ത് ക്രിയാത്മകമായ ഇടപെടൽ നടത്തിവരുന്ന വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സിലെ വിദ്യാർത്ഥികളാണ് സൗന്ദര്യ മത്സരത്തിൽ പങ്കാളികളായത്. ബ്യൂട്ടീഷ്യൻ മേഖലയിലെ അറിവ് മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളിലെ വ്യക്തിത്വ വികാസവും ലക്ഷ്യമിട്ടാണ് സൗന്ദര്യ മത്സരം സംഘടിപ്പിച്ചത്. കോഴ്സിൽ പങ്കെടുത്ത 20 പേരും മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. ആന്ധ്ര ബാങ്ക് മാനേജർ ഷിൽജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ P വത്സൻ, ബ്യൂട്ടീഷ്യൻ അധ്യാപിക റീത്ത എന്നിവരാണ് വിധികർത്താക്കളായത്. വിവിധ മേഖലകളിൽ ഇവിടെ തൊഴിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. ജില്ലയിലെ തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വടക്കൻ കേരളം മറ്റൊരു കളിയാട്ടക്കാലത്തിന് കാതോർത്തു തുടങ്ങി. തെയ്യത്തിന് വേണ്ടുന്ന അണിയലങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് തെയ്യം കലാകാരന്മാർ. വറുതി പെയ്ത കർക്കിടക കരിമേഘങ്ങൾ നീങ്ങി ഇനി വടക്കൻ കേരളത്തിന്റെ രാപ്പകലുകൾ, കളിയാട്ടങ്ങളുടെ നാളുകൾ. വീണ്ടും ഒരു തുലാമ്പത്ത് കൂടി വന്നെത്തുകയായി. ഈ ദിനത്തിലെ സൂര്യോദയത്തെ ഉത്തര കേരളത്തിലുള്ളവർ ഐശ്വര്യത്തിന്റെ ഉദയമായി കണക്കാക്കുമ്പോൾ തുലാമ്പത്ത് തെയ്യക്കോലത്തിന്റെ കൂടി തുടക്കമാണ്. നാടും നഗരവും നിറഞ്ഞുപൊളിയാൻ ഇഷ്ടദേവതാ പ്രീതി ലക്ഷ്യമിട്ട് മനുഷ്യൻ കണ്ടെത്തിയ വേറിട്ട വഴിയായ തെയ്യാട്ടത്തിനൊരുങ്ങാൻ അണിയറയിൽ അവസാനവട്ട മിനുക്കുപണിയിലാണ് തെയ്യം കലാകാരന്മാർ. വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാത്ത തെയ്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ നാട്ടരങ്ങിൽ ജീവൻ തുടിക്കുന്ന ശില്പഭംഗിയോടെ കോലങ്ങൾ അവതരിപ്പിക്കണം. ചെലവേറുമെങ്കിലും കുടുംബ വഴിയായി കിട്ടിയ ആചാരത്തെ മുറതെറ്റാതെ കൊണ്ടു നടക്കാൻ തന്നെയാണ് തെയ്യക്കാരായ എല്ലാ സമുദായങ്ങളും ശ്രമിക്കുന്നത്. ചമയങ്ങളാണ് തെയ്യത്തിന്റെ രൂപഭംഗി പകരുന്നത്. ഓരോ തെയ്യവും അരങ്ങിലെത്തുമ്പോൾ നിറയുന്നത് ഈശ്വര ചൈതന്യമാണ്. നൃത്തവും വാദ്യവും ശീതവും ചിത്രകലയും ശില്പകലയുമെല്ലാം തെയ്യത്തിൽ സമന്വയിക്കുന്നു. ഇനി ത്രാവം മാസം പിറന്നാൽ തെയ്യത്തിൻ്റെ ആരംഭമായി. ത്രാവം 30 വരെ തെയ്യം ഉണ്ട്. അതായത് തൃക്കരിപ്പൂർ ഏരിയയിൽ വളംവെച്ച് ഇങ്ങനെ കർണൂർത്തി ഒരു പരിധിയുണ്ട്. അതായത് വളവറക്കടവ് മുതൽ ഉദയംകുന്ന് വരെയുള്ള സ്ഥലത്ത് ഈ ത്രാവം 9 മുതൽ 30 വരെ
തെയ്യം നടക്കുന്നുണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തനമാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. മരം, തുണി, കുരുത്തോല, ലോഹം, മുള തുടങ്ങിയവ കൊണ്ടാണ് അണിയലങ്ങൾ നിർമ്മിക്കുന്നത്. ഓലച്ചമയങ്ങൾ ഒഴിച്ചുമാറ്റി മറ്റുള്ളവയാണ് ഇപ്പോൾ ഒരുക്കുന്നത്. അണിയലങ്ങൾ തയ്യാറാക്കുന്നതിനായി പരിചയസമ്പന്നരായ കലാകാരന്മാരുണ്ട്. ഇവരുടെ ആഭിമുഖ്യത്തിലാണ് പ്രധാന നിർമ്മാണം. തുലാം 10 കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അവതാരമൂർത്തികളായി തെയ്യത്തറകളിൽ തെയ്യക്കാർ ഉറഞ്ഞാടും. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവനക്കാർക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ ഭരണകർത്താക്കൾ തയ്യാറാകണമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ. യൂണിയന്റെ ജില്ലാ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. വിദ്യാനഗർ സീതാങ്കോളി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ബസ് തൊഴിലാളികൾ. പ്രതിഷേധത്തിന്റെ ഭാഗമായി സർവീസ് നിർത്തിവെച്ച് സമരം. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പ് കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കുടിയൊഴിപ്പിക്കലിനെതിരെ NH-17 ആക്ഷൻ കൗൺസിൽ. ഒപ്പുമരച്ചോട്ടിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. മഞ്ചേശ്വരത്ത് വീണ്ടും മദ്യവേട്ട. ബസ്സിൽ കടത്തുകയായിരുന്ന മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസിന്റെ വിചാരണ CJM കോടതിയിൽ പൂർത്തിയായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.